നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് V4 കൊച്ചിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്രീ നിപുൺ ചെറിയാനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഇപ്പോൾ V4 കൊച്ചിയുടെ അവസ്ഥ എന്താ? V4 കൊച്ചി ഇപ്പോൾ എക്സിസ്റ്റൻസ് ആണോ? V4 കൊച്ചി ആക്റ്റീവായിട്ട് തന്നെയുണ്ട്. V4 കൊച്ചി അത് ചില പ്രത്യേക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് കൊച്ചിയിൽ ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് കോർപ്പറേഷനിൽ എനിക്ക് തോന്നുന്നു 50 മുകളിൽ കാൻഡിഡേറ്റ്സ് മത്സരിച്ചൊരു 59 ഓർഗനൈസേഷനാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് പലരും പോകുന്നതായിട്ടാണ് കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? V4 കൊച്ചി 2020 ഒരു വലിയ കൊച്ചിയിലൊരു വലിയ ജനകീയ മൂവ്മെൻ്റ് ആയിട്ട് വരികയും അത് അധികാരത്തിൽ വരാതിരുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടലുകൾ ഒക്കെ നടത്തിയതിനൊക്കെ പരിണിത ഫലമായി കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും നിപുൺ ചെറിയാൻ്റെ ഒരു പിടിവാശി അതിനകത്ത് വരാറുണ്ടോ? ഈ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നതിൽ ചില കാര്യങ്ങളിലുള്ള ഒരു ചിലപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും നമ്മളൊരു സമവായത്തിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ സമവായം എന്ന് പറയുന്ന CPM ആയിട്ടോ കോൺഗ്രസുമായിട്ടോ BJP-യുമായിട്ടോ സമവായത്തിൽ പോകാൻ ഒരു താല്പര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അത് ഈ ഫൗണ്ടിങ് പ്രിൻസിപ്പിളിനെ തന്നെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സംഘടനയെ പിരിച്ചുവിടുന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സമവായം വരണമെങ്കിൽ ആ സംഘടനയെ പിരിച്ചുവിട്ടിട്ട് ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാൻ വേറെ സംഘടനകൾ ഉണ്ടാക്കിയോ നേരിട്ട് ഈ പറഞ്ഞ പാർട്ടികളിൽ ചേരുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ തെറ്റിക്കാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. അതിപ്പോഴും വാല്യൂബിൾ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ആ ഒരു രീതിയിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം രാഷ്ട്രീയമാണ്. ഇപ്പം അന്ന് ചിലപ്പോൾ ഈ പറയുന്ന അംഗങ്ങളുടെ ചില വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇന്ന് V4 കൊച്ചി പഴയതിലും ശക്തിയായി വന്നേനെ എന്നൊരു അല്ല. V4 കൊച്ചി ഒരു രാഷ്ട്രീയ സംഘടന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ സമകാലീന രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ LDF-ൻ്റെ UDF-ൻ്റെ NDA-യുടെ ഒക്കെ ഭാഗമായെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് ശക്തമായനെ എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ രാഷ്ട്രീയമായിട്ട് ശക്തമാകണ്ട. എന്തിനാണ് V4 കൊച്ചി എസ്റ്റാബ്ലിഷ് ചെയ്തത്? V4 കൊച്ചിക്ക് ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ഫൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നിന്ന് V4 കൊച്ചിക്ക് മാറാൻ പറ്റില്ല. നിപുൺ ചെറിയാന് വേണമെങ്കിൽ മാറാം. നിപുൺ ചെറിയാന് V4 കൊച്ചിയിൽ നിന്ന് രാജിവെച്ച് പോയിട്ട് വേറെ സംഘടന ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺഗ്രസിലോ CPM-ലോ BJP-യിലോ ഒക്കെ ചേരാം. പക്ഷേ V4 കൊച്ചിക്ക് പറ്റില്ല. ഇപ്പോൾ V4 കൊച്ചിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏത് ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്? V4 കൊച്ചി വിശാല കൊച്ചി മേഖലയിൽ തന്നെയാണ് V4 കൊച്ചി പ്രവർത്തിക്കുന്നത്. V4 കൊച്ചി ഞാൻ കൂടുതൽ കാണുന്നത് ചെല്ലാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ്. അത് ചെല്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും മീഡിയ കവറേജ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ കാണുന്നത്. V4 കൊച്ചി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെല്ലാനത്ത് മറവക്കാട് വാർഡിൽ മത്സരിച്ചു. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് അതിനകത്തൊരു അറ്റൻഷൻ അവിടെ വന്നിട്ടുള്ളത്. V4 കൊച്ചി മുന്നോട്ട് വയ്ക്കുന്നത്, V4 കൊച്ചിക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ ഓവർ ദി ലാസ്റ്റ് 5 years ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രത്യയശാസ്ത്രം, അതായത് പരമ്പരാഗതമായിട്ടുള്ള സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് മുന്നേറി ഹ്യൂമനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് സമൂഹം തന്നെ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് V4 കൊച്ചിക്കുണ്ട്. അപ്പോൾ വ്യക്തിഗത സ്വാതന്ത്ര്യം, വ്യക്തിഗത ഉന്നമനം, ശാസ്ത്രബോധം, പാരിസ്ഥിതിക സുസ്ഥിരത, ഈ 4 മൂല്യങ്ങളിൽ അടിസ്ഥിതമായ ഹ്യൂമനിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് V4 കൊച്ചി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എഫേർട്സിലാണ് V4 കൊച്ചി നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ചെല്ലാന ഏരിയയിലെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടാണോ കൂടുതൽ? ചെല്ലാനം മറവക്കാട്, ആ മറവക്കാട്ടിലെ ജനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടതുകൊണ്ട് അതിൻ്റെ ഭാഗം V4 കൊച്ചി അവിടുത്തെ ഏതൊരു വിഷയത്തിലാണ് കൂടുതലായിട്ട് ഈ ചെല്ലാനം മറവക്കാട് പൊക്കാളി പാടശേഖരമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും എതിരെ വലിയ അടിച്ചമർത്തൽ നടന്നു വരുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾക്ക് അവിടെ വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരുവെള്ളം കെട്ടി നിർത്തിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ അവിടെ ജനങ്ങൾ ഓൾറെഡി പ്രക്ഷോഭത്തിലായിരുന്നു. അതിൽ V4 കൊച്ചി പങ്കാളികളാവുകയും അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ കൊടുത്തു തുടങ്ങി. അവർക്ക് വേണ്ട നിയമപരമായുള്ള ഇടപെടലുകൾ കോടതികളിലൊക്കെ നടത്തി തുടങ്ങി. അതിൻ്റെ പേരിൽ ഞങ്ങളെ ഈ പറഞ്ഞ പോലീസും അധികാരികളും വേട്ടയാടാൻ തുടങ്ങി. അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ അത് പിന്നെ കൂടുതൽ അങ്ങനെ, അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നിയമപരമായി തിരിച്ചടിക്കാൻ തുടങ്ങി. അതങ്ങനെ മൂർച്ഛിച്ച് പോയതുകൊണ്ടാണ് ഈ പറഞ്ഞ കോടതി ലക്ഷ്യം പോലെയുള്ള വിഷയങ്ങളിലേക്ക് ഇടയ്ക്ക് വന്ന ഒരു നാഷണൽ അറ്റൻഷനിലേക്ക് ആ പ്രശ്നം എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ V4 കൊച്ചി മത്സരിച്ചിട്ടുണ്ടല്ലോ. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വല്ല സാധ്യതയുണ്ടോ? നിലവിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചെല്ലാനം മറവക്കാട് മത്സരിക്കാൻ കാരണം അവിടെ ഒരു പ്രത്യേക ഇഷ്യൂവിൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിരുന്നു. അവിടെ 1,200-ഓളം കുടുംബങ്ങൾ
അതിനകത്ത് ഇൻവോൾവ് ആണ്. അവിടെ ദർ വാസ് എ റീസൺ ഫോർ അസ് ടു പാർട്ടിസിപ്പേറ്റ്, കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ അവിടെ ഇൻവോൾവ് ആണ്. അത്തരത്തിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഇൻവോൾവ്മെൻറ്റ് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് കൊച്ചിൻ കോർപ്പറേഷൻ പോലും നിലവിൽ ബിഫോർ കൊച്ചി ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മത്സരിക്കേണ്ട എന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു നയപരമായ തീരുമാനമെടുക്കുകയും, അതുകൂടാതെ അന്ന് ഈ പറഞ്ഞ 2020 AAPയും ഒക്കെ മത്സര രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ 2020 എന്താണ് അവരുടെ ആശയം നിലപാടും ആം ആദ്മി പാർട്ടിയുടെ ആശയം നിലപാടും എന്താ, V4 കൊച്ചിയുടെ എന്താണ് എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ടില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളും പാടുപെടുന്നുണ്ട്, പാടുപെട്ടിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ പോയിരിക്കണം ആം ആദ്മിയിലോട്ടല്ലേ. V4 കൊച്ചിയിൽ നിന്ന് V4 കൊച്ചിയിൽ നിന്ന് ആദ്യം പോയത് 2020ലേക്ക്. അത് ഈ ഇങ്ങനെ ഇന്ന് 2020, നാളെ ആം ആദ്മി പാർട്ടി ആയിരിക്കും, അങ്ങനെ മാറി മാറി. അപ്പൊ ഈ ആം ആദ്മി പാർട്ടിയുമായിട്ടും V4 കൊച്ചിക്ക് ഇല്ല, ആം ആദ്മി പാർട്ടി CPM സോഷ്യലിസ്റ്റ് ലൈൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി ആന്റി കറപ്ഷൻ മൂവ്മെന്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ CPMന്റെ വെൽഫെയർ പൊളിറ്റിക്സ് ആണല്ലോ അവർ തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അവർ വെൽഫെയർ പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് ഇവിടെ CPMും കോൺഗ്രസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനൊരു ഭാവിയില്ല. നിങ്ങളിപ്പോൾ ഇപ്പോൾ വെൽഫെയർ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് എങ്കിൽ ദെൻ നമ്മൾ LDFന്റെയും UDFന്റെയും ഒക്കെ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിച്ചാൽ മതി. നമുക്കിപ്പോൾ വി മസ്റ്റ് ബി ഓണസ്റ്റ്. നമ്മൾ പൊളിറ്റിക്സിൽ കുറച്ച് ഓണസ്റ്റ് ആവണം. അപ്പോൾ ആ ഓണസ്റ്റ് ഞങ്ങൾക്കുണ്ട്. അതായത് ആ ഓണസ്റ്റി ഞാൻ പറയുന്നതാണ്, വെൽഫെയർ പൊളിറ്റിക്സും സോഷ്യലിസത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ നിലവിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്താൽ മതി. പ്രത്യയശാസ്ത്രപരമായും പോളിസി പ്രകാരം ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെയല്ല, മറിച്ച് ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നൊരു ഒരു അത്തരത്തിലൊരു ഡിഫറൻസിയേഷൻ, അത്തരത്തിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിലവിലെ വ്യവസ്ഥ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടിക്കാരൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലും. അവർ നിരന്തരം നിലവിലെ സംസ്ഥാന അധികാരികളോട് പരാതികൾ പറഞ്ഞും ദാറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഞങ്ങൾ അതിനല്ല നിലകൊള്ളുന്നത്. ഞങ്ങൾ ഫണ്ടമെന്റലായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ V4 കൊച്ചിയുമായി ഏതെങ്കിലും പാർട്ടികളൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടോ? അങ്ങനെ V4 കൊച്ചിയുമായിട്ട് പലരും പല ചർച്ചകളൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലതൊക്കെ പല ലെവൽ വരെയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ചില സമയത്ത് അത് വഴിതെറ്റി പോകുന്നു എന്ന് എനിക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഒക്കെ അങ്ങനെയൊക്കെ. ഏതെങ്കിലും പ്രബലരായ രാഷ്ട്രീയക്കാരങ്ങനെ പല സമയത്തും പലരും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ട്. എന്നെ നേരിട്ട് വിളിക്കുന്നത് വളരെ കുറവാണ്. ഞങ്ങളുടെ ഭാരവാഹികളൊക്കെ പലപ്പോഴും കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2020 NDAയിൽ ചേരുകയുണ്ടായി. V4 പോലെ തന്നെ വന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് 2020. V4 കൊച്ചി ഉണ്ടാവുന്നതിന് മുമ്പേ അധികാരത്തിലൊക്കെ കുഴക്കുമ്പോഴത്തേക്ക് അധികാരത്തിലെത്തിയ വലിയ പ്രസ്ഥാനമാണ് 2020. അങ്ങനെ ഒരു പ്രസ്ഥാനം NDAയിൽ ചേർന്നതിനെ പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം? that is their choice. പക്ഷെ പല കഥകളുണ്ട്. അതിന്റെ സാബു MJ ഒക്കെ EDയെ പേടിച്ചാണ് എന്നുള്ള വിധത്തിലുള്ള പല കഥകളും വാർത്തകളും ഉണ്ട്. EDനെയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ പേടിച്ചിട്ടാണ് NDAയിൽ ചേർന്നതെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പാകത്തിനുള്ള വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പബ്ലിക് സ്പേസിൽ ഇല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യു ഹാവ് ടു ബി ഓണസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. എനിക്കൊന്ന് പൊളിറ്റിക്സിൽ കുറവുള്ളത് ഈ ഓണസ്റ്റിയാണ്. 2020 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിച്ച് അവർക്ക് ഇത്ര ശതമാനം വോട്ട് പിടിക്കും എന്ന് കാണിച്ചിട്ട് ഒരു മുന്നണിയിൽ ചേരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2020യുടെ പോക്ക് ശരിയല്ല, ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. ഒരു ബദൽ രാഷ്ട്രീയ എന്ന നിലയിൽ അവർ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ട് ശരിയല്ല അന്ന് പറഞ്ഞതിന്റെ കാരണം നന്മയുള്ള മുന്നണിയുമായി ചേരുമെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിലെ മുന്നണി സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ച് ഇത്ര ശതമാനം വോട്ട് കിട്ടി, അപ്പോൾ വി ക്യാൻ ആഡ് ദിസ് പെർസെൻറ്റേജ് ടു യുവർ എക്സിസ്റ്റിംഗ് വോട്ട് പെർസെൻറ്റേജ് എന്ന് BJPയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രതീക്ഷയിലാണല്ലോ BJPയും അവരെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോസസ്സിൽ ഞങ്ങൾ ഒരിക്കലും ഭാഗവാക്കാവില്ല. വി ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് ബാർഗെയിനിങ് ആൻഡ് കോയിലിഷൻ പൊളിറ്റിക്സിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതാണ് ഞങ്ങൾ ആ ഒരു നേരത്തെ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ആ ഒരു പോയിന്റും കൂടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന അഭിപ്രായമുള്ളവർക്ക് വേറെ സംഘടന ഉണ്ടാക്കാം, അല്ലെങ്കിൽ 2020യിലേക്ക് പോവാം, AAPയിലേക്ക് പോവാം. അതുകൊണ്ടാണ് V4 കൊച്ചിയിൽ നിന്ന് പലരും
2020 പോയത്. പിന്നെ 2020 ഈ പറഞ്ഞ പോലെ അവർക്ക് വോയിസ് കിട്ടാത്തതുകൊണ്ട് AAP ആർക്കും ചേരാം. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു കുറേ പേര് കൊഴിഞ്ഞ് 2020 പോകുന്നു. പിന്നെ AAP വരുമ്പോൾ ഇതിന്ന് പൊട്ടി അങ്ങോട്ട് പോകുന്നു, ചിലപ്പോൾ തിരിച്ചങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയത്തെ ഇപ്പോൾ നമുക്ക് പലരും പറയുന്ന ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല, എന്താണ് രാഷ്ട്രീയം എന്നുള്ള യങ്സ്റ്റേഴ്സിലോട്ട് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ നിപുണിന്, ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സിന് ഒരു പ്രോപ്പർ ഒരു രാഷ്ട്രീയത്തിലോട്ട് അവർക്ക് എങ്ങനെ അത് പ്രതികരിക്കണം എന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യക്കുറവ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലാർജ് സെക്ഷൻ ഓഫ് അവർ യൂത്ത് ഇവിടുത്തെ പൊളിറ്റിക്കൽ കൾച്ചറിന് മുകളിലാണ് അവരുടെ സാംസ്കാരിക നിലവാരം. അതുകൊണ്ട് തന്നെ ആ സാംസ്കാരിക നിലവാരത്തിലല്ല ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഇടപഴകുന്നതും അധികാരം കൈകാര്യം ചെയ്യുന്നതും ഉള്ളതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ താല്പര്യമില്ല. ആ സാഹചര്യത്തിൽ അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ യുവാക്കളും ഇന്നത്തെ ഞാൻ പറയുന്ന യുവാക്കളും, ഞാനടക്കം അതിനകത്തൊരു ഭാഗമാണെന്ന് തന്നെ കരുതിക്കോ, ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ് പവർലെസ് ആണ് കമ്പയർഡ് ടു വാട്ട് വാസ് ദ സ്റ്റേറ്റസ് ഒരു 20-30 years ബിഫോർ. ഇന്ന് സ്റ്റേറ്റിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ അധികാരങ്ങളൊന്നുമില്ല. കാരണം വളരെ ലിമിറ്റഡ് ആണ്. ഇന്ന് നമുക്ക് നോളജ് ഇസ് മോർ പവർഫുൾ ദാൻ പൊളിറ്റിക്കൽ പവർ. നിങ്ങൾക്ക് ഇന്ന് നിയമപരമായും മറ്റും വ്യക്തമായ ധാരണകളും നിയമപരമായ പിൻബലവും ഒക്കെ ഉണ്ടെങ്കിൽ നീതി നടപ്പിലാക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമല്ലാതെ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ പറ്റും. ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണിപ്പോൾ. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ പറ്റും. അതുകൂടെ ലോകത്ത് പൊതുവെ സ്റ്റേറ്റ് ഇത്തിരി അത്യാവശ്യം വീക്കെൻഡാണ് സ്റ്റേറ്റുകൾ. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് സർക്കാരുകളെ കൺട്രോൾ ചെയ്യണേന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങൾ, ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ, ഇവർക്കൊന്നും സ്റ്റേറ്റിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇവരിപ്പോൾ ഒരു നല്ലൊരു ചലഞ്ച് ഏതെങ്കിലും വിഷയത്തിൽ ഒരു സോഴ്സിൽ നിന്ന് നല്ലൊരു ചലഞ്ച് വരുമ്പോൾ അവരെ വിഡ്രോ ചെയ്ത് മാറിപ്പോവും. മനസ്സിലായോ? പിന്നെ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ, ഈ പഴയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കാണിച്ച പോലെ ഗുണ്ടായിസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇന്ന് എല്ലായിടത്തും CCTVയും ക്യാമറകളൊക്കെയാണ്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. ഇന്നിപ്പോൾ കോടതികളുമായിട്ട് ഇന്ത്യയിൽ ജുഡീഷ്യറിയുമായിട്ട് വലിയൊരു ബലാബലം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ NCRT വന്നത് അതെന്താ, കോടതിയിൽ വരുന്ന എവിഡൻസും കോടതിയുടെ ട്രാൻസ്പാരൻസിയും ഇമ്പ്രൂവ് ചെയ്യുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ പല രാഷ്ട്രീയ കക്ഷികൾക്കും അവർ കോടതിയെ ദുരുപയോഗിക്കുന്നത് തടയപ്പെടും. അപ്പോൾ കോടതികളിൽ ഇന്നിപ്പോൾ എവിഡൻസിൻ്റെ സ്ട്രെങ്ത്തിലും ട്രാൻസ്പാരൻസിയുടെ സ്ട്രെങ്ത്തിലും AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു നിയമ സംവിധാനം കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ആണ്. പക്ഷേ അത് അഡോപ്റ്റ് ചെയ്യാതെ നിൽക്കുമ്പോഴാണ് ഈ ഫ്രിക്ഷൻ ഇപ്പം ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ യുഗത്തിൽ സ്റ്റേറ്റിൻ്റെ ആ ഒരു ജനങ്ങളുടെ മേലുള്ള അപ്രമാദിത്യം നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ രാഷ്ട്രീയാധികാരം ഇല്ലാതെയും ഒരു വിഭാഗം ആളുകൾക്ക്, അത് ഞാൻ പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്, ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട് അതിന്. അതായത് ഈ കോർപ്പറേറ്റുകൾ സർക്കാരിനെ ദുരുപയോഗിക്കുന്നു എന്നുള്ളത്. നൗ യു ക്യാൻ ചൂസ് യുവർ ഗവൺമെൻറ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഗവൺമെൻറ് ഓഫ് കേരള, യു ക്യാൻ ഗോ ടു കർണാടക, യു ക്യാൻ ഗോ ടു തമിഴ്നാടു. ഇഫ് യു ഹാവ് പ്രോബ്ലം വിത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ട് ഗുഡ്, യു ക്യാൻ ഗോ ടു ദുബായിൽ മരിക്കുന്ന വരെ താമസിക്കുന്നു. യു ക്യാൻ ഗോ ടു ഓസ്ട്രേലിയ, യു ക്യാൻ ഗോ ടു ന്യൂസിലൻഡ്. യു ക്യാൻ ചൂസ് എ പെർട്ടിക്കുലർ ഗവൺമെൻറ്. ഇന്ന് ഗ്ലോബൽ മൊബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി. സോ ഇഫ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി വഴി നമ്മളൊരു പെർട്ടിക്കുലർ സോഷ്യൽ സ്ട്രാറ്റയിൽ നമ്മൾ എത്തിയാൽ പിന്നെ നമുക്ക് ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൂലധനങ്ങളെ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യാം. നമുക്കിപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിനെയോ കർണാടക സർക്കാർ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ശരിയാവണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പാതയിലാണ്. അപ്പോൾ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് ചരിത്രപരമായി കേരളത്തിനുള്ള ബന്ധങ്ങളും ജോഗ്രഫിക്കലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ വെറുതെ എന്തിനാ ഇവരോട് അടി ഉണ്ടാക്കാൻ പോകണം?
എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് യങ്സ്റ്റേഴ്സിനുണ്ട്. ഒരു 10 വർഷത്തിൻ്റെ ഒരു LDF ഭരണകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ചോദിക്കുന്ന ഒരു 3 നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ നിപുണ ഇഷ്ടപ്പെടാത്ത ഒരു 3 കാര്യങ്ങളും ഭരണത്തിൽ പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? LDF ചെയ്തൊരു നല്ല പ്രവൃത്തി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആണെങ്കിൽ. LDF ചെയ്ത നല്ല പ്രവൃത്തി എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ ഈ LDFൻ്റെ ആളുകൾ അവരുടെ തന്നെ തെറ്റിദ്ധാരണകൾ തിരുത്താനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് അവർ നടത്തുന്നത്. അതായത് CPM ഉം CPI-യും ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളെ സ്വയം തിരുത്തുന്നതിന് വേണ്ടിയുള്ള കുറേ പരിശ്രമങ്ങൾ ഈ സർക്കാരിൻ്റെ നയങ്ങളിലൂടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അവരെ സ്വയം തിരുത്താൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളും, ഇപ്പോൾ വ്യവസായ നയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളൊക്കെ അവരെ സ്വയം അവരുടെ അണികളെയും അവരുടെ പാർട്ടീനെയും ഒക്കെ തിരുത്തുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പോസിറ്റീവ്. എനിക്ക് ഇനി 1, 2, 3, 4 എന്ന് പറയാനില്ല, പക്ഷെ അതാണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് ഇപ്പം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഗെയിൻ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇവർ അവകാശപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനത്തിന് വേണ്ടി പാകപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അത് ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഡിനയലിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കൂടുതൽ, അത് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് കുറയാൻ സമ്മതിക്കാതെ ആ ഇഷ്യൂ പ്ലഗ് ചെയ്യാനായിട്ട്, ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല. ദർ ഇൻ ഡിനയൽ. സോ അതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഹൈ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഇനി ആര് അടുത്തത് ഭരണത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? LDF ആണോ UDF ആണോ, ആര് വരും? ഞാനിപ്പോൾ ഒരു V4 കൊച്ചിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ ഒരു പബ്ലിക്കായിട്ട് നടത്തുന്നത് ശരിയല്ല. ആര് വന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അത് ഭരണപക്ഷം പ്രതിപക്ഷം അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കൃത്യമായി വെറുതെ ഡയലോഗ് ഇറക്കിയിട്ട് കാര്യമില്ല. അത് വിത്ത് നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എക്കോണമിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ വരുമാനം കൂട്ടും അല്ലെങ്കിൽ വരുമാനം കുറയോ, എത്ര കൂടും അല്ലെങ്കിൽ എത്ര കുറയും, ചെലവ് എത്ര കോടി കൂടും എത്ര കോടി കുറയും, ഏതൊക്കെ മേഖലകളിൽ കുറയും എന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ വ്യക്തത ഇവിടുത്തെ പൊളിറ്റിക്കൽ സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു വ്യക്തത ഇല്ല എന്നാണോ പറയുന്നത്? സമ്പദ് വ്യവസ്ഥ എങ്ങനെ അവർ മാനേജ് ചെയ്യുമെന്ന് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വ്യക്തത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പറയുകയാണ്, അതിലും താങ്കൾ ഇതേ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതായത് ഇപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ, പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ UDF-ഉം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറഞ്ഞ 10 വർഷത്തെ LDF-ന്റെ ഭരണത്തിൽ സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക തകർച്ച തിരുത്തുമെന്നാണ്. അപ്പോൾ അത് എങ്ങനെ തിരുത്തുമെന്നുള്ളത് എനിക്ക് അവരുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നും എനിക്ക് കാണാനില്ല. ഐ എം ലുക്കിംഗ് ഫോർ നമ്പേഴ്സ്. അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവും വരുമാനവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് വലിയ രീതിയിലുള്ള ബാധ്യത, ശമ്പളവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും ഒക്കെ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോസ്റ്റ് ടു ദി കമ്പനി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ടു ദി ഗവൺമെൻറ് ഭയങ്കര ഹൈ ആണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു കടമെടുത്തിട്ടാണ് ഈ കോസ്റ്റ് ടു ദി ഗവൺമെൻറ് ഓഫ് ഹാവിങ് സച്ച് എ ലാർജ് വർക്ക് ഫോഴ്സ് മീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഫണ്ടില്ല. അപ്പോഴാണ് ഈ കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളുമായിട്ട് അതൊരു സൂത്രപ്പണിയാണ്. അതിൻ്റെതായ ലോങ് ടേം പ്രോബ്ലംസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു സൂത്രപ്പണിയിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് സിംഗപ്പൂർ പോലെ ആവുന്നില്ല എന്നുള്ള, സിംഗപ്പൂർ പോലെ ആക്കുമെന്ന് പറയുന്നുണ്ട്. സിംഗപ്പൂർ പോലെ ആക്കണമെങ്കിൽ സിംഗപ്പൂർ സർക്കാരിന് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചിലവാക്കാനായിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് ഉള്ള പോലെ കേരള ഗവൺമെൻറ് ആ ഫണ്ട് അവൈലബിൾ ആവണം. അതെങ്ങനെ അവൈലബിൾ ആക്കും എന്നുള്ളത് ഇവരുടെ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് കാണാനില്ല. അത് എങ്ങനെ ആക്കാമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. ആ രീതിയിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രോമിസസോ സ്റ്റേറ്റ്മെൻറ്റ്സോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പക്ഷെ പലപ്പോഴും അവർ പറയുന്നത് നമുക്ക് സെൻട്രലിൽ നിന്ന് വേണ്ടവിധ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പല സ്റ്റേറ്റ്മെന്റിലും കാണുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കിവിടെ കിട്ടുന്ന വരുമാനം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. 2, നമ്മൾ അർഹിക്കുന്ന ടാക്സിന്റെ ഷെയർ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ രണ്ടാമത്തെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് പറയാം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ടാക്സിന്റെ ഷെയർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു സെക്കൻഡ് ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ്സ് ചെയ്യണം. അതൊന്ന് നിലവിലുള്ള വരുമാനം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെ നിന്ന് കിട്ടുന്ന ഫണ്ട്സ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട്സ് ആണെങ്കിലും ഈ പൊതുധന വിനിയോഗം
അത് കൈകാര്യം ചെയ്യുന്നത് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. കേരളത്തിൻ്റെ സർക്കാർ സംവിധാനം ഈ ഗവൺമെൻറ്റിനായിട്ട് ബന്ധപ്പെട്ട എക്കോണമി തകർന്ന കേരളത്തിന് ഒരു ചുക്കും പറ്റില്ല നിലവിൽ. കേരളത്തിൻ്റെ പ്രൈവറ്റ് എക്കോണമി അത്ര സ്റ്റേബിളാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചുറ്റും കാണുന്ന വികസനം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണമെന്നുള്ളൂ. അപ്പുറത്ത് നല്ല IT കെട്ടിടങ്ങളും ഹോട്ടലുകളും ഒക്കെ ഇല്ലേ, അതൊക്കെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എല്ലാം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. കേരളത്തിൻ്റെ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ പബ്ലിക് എക്കോണമി, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ വഴികളും മെയിൻ റോഡുകളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വികസനങ്ങൾ കാലത്തിനനുസൃതമായിട്ടല്ല. ഇപ്പോൾ ഏറ്റവും വലിയ തമാശ, എൻ്റെ തറവാട് ചെറായാണ്, ഞാൻ ചെറായക്കാരാണ് ബേസിക്കലി. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഇപ്പോൾ നമ്മൾ മറ്റേ വൈപ്പിനിൽ നിന്ന് ബോട്ട് കയറി എറണാകുളത്ത് ബ്രോഡ്വേയിൽ വന്ന് ഞാൻ സൈക്കിൾ വാങ്ങിച്ച് പോയതൊക്കെ ഞാനിപ്പോൾ ഓർക്കേണ്ടത്. 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് സൈക്കിൾ വാങ്ങിച്ച് തിരിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടിലൊക്കെയാണ് നമ്മൾ വൈപ്പിൻകരയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നും പോകുന്നത്. അന്ന് തുടങ്ങിയുള്ള ഡിമാൻഡാണ് നമുക്ക് AC ബോട്ടുകൾ വേണം, നല്ല AC ബോട്ടുകൾ ഇല്ലെങ്കിലും സേഫ് ആയിട്ടുള്ള ബോട്ടുകൾ വേണം. ഇന്ന് വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നു. വാട്ടർ മെട്രോന് വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രകൃതിയുടെ ഭാഗമായിട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. വാട്ടർ മെട്രോ വന്ന് വെൽ ആൻഡ് ഗുഡ്, ടൂറിസം പ്രൊമോഷൻ നടക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിരുന്ന ഒരു ബേസിക് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു ഇന്ന് വാട്ടർ മെട്രോ എന്ന് വിളിക്കപ്പെടുന്ന സുരക്ഷിതമായ ഒരു ജലഗതാഗതം ബിറ്റ്വീൻ വൈപ്പിൻ ആൻഡ് എറണാകുളം. 10-30 വർഷം മുമ്പെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു മിനിമം. അത് ഈ പതിറ്റാണ്ടിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, ഡിലേഡ് ആണ് നമ്മുടെ നാട്ടിലപ്പോൾ. കാരണം ഞാനിത് പറയാൻ കാരണം വികസനം നടക്കുന്നില്ലേ, അത് നടക്കുന്നത്. ദ പ്രോബ്ലം ഈസ് ദി ഡെവലപ്മെന്റ് ദാറ്റ് വി ആർ സീയിങ് റൈറ്റ് നൗ ഈസ് ഹൈലി ഡിലേഡ് ബൈ ഡെക്കേഡ്സ്. ഒരു 3 പതിറ്റാണ്ട് മുമ്പ് വരേണ്ട വികസനമാണ് ഇന്ന് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ അവർ വികസിച്ചുകൊണ്ടിരിക്കുക, അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളപ്പോൾ ലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് എത്തുന്നില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത് സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, ബീജിംഗ് മുതൽ ലിസ്ബൺ വരെയുള്ള വിശാല മേഖലയുമായിട്ട് ചരിത്രാതീത കാലം മുതലേ വാണിജ്യ ബന്ധങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് കേരള തീരവും കൊച്ചി തീരവും. ഫോർട്ട് കൊച്ചി 20 കിലോമീറ്റർ വടക്കാണ് മുസിരിസ് പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റ് കിടക്കുന്നത്. ജസ്റ്റ് 20 കിലോമീറ്റേഴ്സ് ഫ്രം ഫോർട്ട് കൊച്ചി. അപ്പോൾ ഗ്രീക്കോ റോമൻ ട്രേഡ് നടന്നിരുന്ന ഒരു സ്ഥലം, BC 1000 മുതൽ AD 500 വരെ. അതിനുശേഷം യൂറോപ്യൻ കൺട്രീസുമായിട്ട് ട്രേഡ് നടന്നിരുന്ന സ്ഥലം നമ്മൾ 20 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ശക്തമായ വാണിജ്യ സാംസ്കാരിക ബന്ധം ബീജിംഗ് മുതൽ ലിസ്ബൺ വരെയുള്ള കഴിഞ്ഞ 2000-2500 വർഷത്തെ ബന്ധമുള്ള നമ്മളിപ്പോഴും ഈ പറഞ്ഞ പ്രദേശങ്ങൾ കൈവരിച്ച വികസനം നമുക്കിപ്പോഴും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അത് കാലാകാലങ്ങളിൽ നടക്കേണ്ട രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ ആ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ്. അത് ഈ ഒരു കഴിഞ്ഞൊരു കാലഘട്ടത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ പറഞ്ഞ പീരീഡിൽ മൊത്തം നമ്മുടെ പൂർവികർക്ക്, ഇവിടെ ജീവിച്ചിരുന്ന പൂർവികർക്ക് കാലാകാലങ്ങളിൽ വരേണ്ട രാഷ്ട്രീയ സാമൂഹിക ട്രാൻസിഷൻസ് നടക്കാത്തത് കൊണ്ടാണ്. അത് ഇനിയെങ്കിലും നടന്നാലേ നമ്മൾ അതിൻ്റെ ഒപ്പത്തിനൊപ്പമൊക്കെ എത്തും. നമ്മൾ ഈ ഹ്യൂമൻ റേസ്, നമ്മുടെ സ്പീഷീസ് കൈവരിക്കുന്ന മുന്നേറ്റങ്ങൾ. ഇന്നിപ്പോൾ ഈ മുറിയിലിരിക്കുന്ന ഈ സാങ്കേതികതയെ ഏതാണ് നമ്മുടെ ഇന്ത്യൻ പെനിൻസുലയിൽ എവിടെയെങ്കിലും ഇന്നോവേഷനിലൂടെ ഡെവലപ്പ് ചെയ്തത്? നമ്മൾ ഉപയോഗിക്കുന്ന കാറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, മറ്റ് ക്യാമറ, ഈ മൈക്രോഫോൺ. ഡമാസ്കസ് വാർഡിന് ശേഷം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകൾ? വാച്ച് മെക്കാനിക്സ് ഇന്ത്യക്കില്ല. ഇന്ത്യൻ വാച്ചുകൾ എന്ന് പറഞ്ഞ് കുറച്ചാൾ മുമ്പ് ടാറ്റയും അവരൊക്കെ വിൽക്കുന്നുണ്ട്. അതിൽ ഏത് വാച്ച് മെക്കാനിക്സ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ജാപ്പനീസ് കമ്പനികളുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ടെക്നോളജി ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു പോയതല്ലാതെ നമ്മളിന്ന് ഒരു പൗരൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെയും ഇന്നോവേഷൻ ഇന്ത്യയിൽ നടന്നിട്ടില്ല, ഇന്ത്യയിൽ നടന്നിട്ടില്ല.